കേരളത്തിലെ സ്ഥാനാർത്ഥി എങ്ങനെ ആവണം എന്നുള്ള ഒരു പൊതുബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? അതായത് കേരളത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഇവരൊന്നെങ്കിൽ ഒരു പാർട്ടി ഐഡൻറ്റിറ്റി വേണമെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് കൂടുതലാണ്. ഇവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമൊന്നും ഇല്ല. രാഷ്ട്രീയ പ്രവർത്തകരുണ്ടോയെന്ന് വെച്ചാൽ അവരും ഇല്ല. എല്ലാവരും ബിസിനസ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചില ആളുകളുടെ വിചാരം ഇതെന്തോ രാഷ്ട്രീയം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇല്ല. നമ്മൾ ഇനിയിപ്പോൾ നേരത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ടെക്നോളജി ഇല്ല, അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. അങ്ങനെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരുള്ള സമയത്ത് ശരിയാണ് ലീഡ് ചെയ്യാനായിട്ടൊരു പ്രത്യേകം പഠിപ്പ് കൂടിയ ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, വിദ്യാഭ്യാസ യോഗ്യത കൂടിയവരൊക്കെ വേണമെന്ന് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആപ്പൊക്കെ കൊണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഫോണൊക്കെ ആണ് നമ്മൾ ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ, എന്നാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു ആപ്പ് വരുന്നത്. അജു ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ടല്ലോ, ഇത് എന്തുദ്ദേശം, അതായത് ജയിക്കണം എന്ന് ഉദ്ദേശിച്ച് നിൽക്കണതാണോ അതോ? ജയിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മളിതെല്ലാം ഒന്ന് ഫോർമാലിറ്റീസൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഇനി കേരളം മൊത്തം ആളെ നിർത്താനുള്ളതല്ലേ. അപ്പോൾ പിന്നെ അതുമല്ല, ഇങ്ങനൊരു പ്രസൻസ് നമ്മൾ അറിയിക്കാതിരുന്ന അടുത്ത പ്രാവശ്യം പുതിയതായിട്ടല്ലേ വരത്തുള്ളൂ. ഈ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2036 വരെ എനിക്ക് സമയമുണ്ട്. ഞാൻ 10 വർഷത്തെ പ്രൊജക്റ്റാണ്. എനിക്ക് 10 വർഷം കഴിയുമ്പോൾ ഇവിടെ ഉറപ്പായിട്ട് 140 മണ്ഡലത്തിലും ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. ആരും പാർട്ടി ഐഡൻറ്റിറ്റി, ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി അങ്ങനെയൊന്നുമില്ല. ജാതി മത അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തയ്യാറെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ഒരുങ്ങി സെറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പല ആൾക്കാരും പൊതു സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രകടനങ്ങളൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്നതിനോട് താല്പര്യമില്ലാന്ന് അജു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇറങ്ങേണ്ട ആളുകൾക്ക് എങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മുന്നോട്ട് പ്രൊപ്പോസ് ചെയ്തേക്കുന്ന ഈ ഒരു സിസ്റ്റമാറ്റിക് സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഒരിക്കലും ഇനി ഒരു ഇലക്ഷൻ പോലും നടക്കത്തില്ല ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം എല്ലാവരും ഒന്നിച്ചാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്, എല്ലാവർക്കും വിസിബിളാണ്, പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സൈറ്റാണ്, അല്ലെ ഒരു സിസ്റ്റമാണ്. അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ ഇറങ്ങി നടന്ന് ഇവരെല്ലാം കാണിക്കുന്ന പോലെ ഒരു പ്രത്യേക വേഷവും ഇട്ട് ഷോളും ഇട്ട് ഇതിനിടയിൽ കിടന്ന് ഓടി അതിലൊന്നും കാര്യമില്ല. അത് തന്നെ പഴഞ്ചനാ. ഇതൊക്കെ കണ്ട് മടുത്തില്ലേ? അതും മടുത്തില്ലേ? ഇപ്പം അജു നല്ലൊരു കാഴ്ചപ്പാടുണ്ട്, ചിന്താഗതി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അജുവിൻ്റെ പല വീഡിയോ കാണുമ്പോഴും എല്ലാം മോശപ്പെട്ട രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമത്തിലിരുന്ന് തെറി വിളിക്കുന്നു, പറഞ്ഞ പോലെ അവർ പറയുന്ന അനുസരിച്ച് ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഇവിടെ തെറി ഉള്ള സൈറ്റ് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരുടെ അത്രയും തെറി ഞാൻ വിളിക്കുന്നത്. ഞാൻ തെറി വിളിക്കുന്നില്ല. ശരി, അത് സംഭവിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ അല്ല, ഞാൻ തെറി വിളിക്കുന്ന എത്ര വീഡിയോ എടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്ന് നോക്ക്. ആരും കണ്ടിട്ടില്ല അങ്ങനെ. ഇത് ഒരു വാർത്തകളിലൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര തെറി വിളിയാ. പിന്നെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പോലത്തെ മോഹൻലാലിൻ്റെ ഫാൻസോ എൻ്റെ ഹേറ്റേഴ്സൊക്കെ പറയുമ്പോൾ ഭയങ്കര തെറിയാന്ന്. എവിടെ എത്ര തെറി വിളിച്ച് അങ്ങനെ തെറി വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പോലും പറ്റത്തില്ലെന്ന്. അത് ഒരു എന്താ പറയണ്ട, അതൊരു എന്താ പറയണ്ട, കരക്കമ്പി അടിച്ചു വിടുന്ന പോലെ അടിച്ചു വിടുന്നേ കേൾക്കുന്നത്. ഞാൻ ഭയങ്കര തെറിയാന്ന് എന്നാ എടുത്തോണ്ട് പോവാ വീഡിയോ. എനിക്കറിയത്തില്ല, തെറി വിളിക്കുന്ന വീഡിയോ ഒന്നും ഇല്ല. എൻ്റെ വാക്കുകളെ ഉപയോഗിക്കുന്നത് തെറി വിളിക്കലായിട്ടല്ല. ഇപ്പം തന്നെ പേരെടുത്തിട്ടാ മോഹൻലാൽ കണക്കണക്കണമെന്നൊന്നും പറയത്തില്ല. ഇതിനിടയ്ക്കൊരു വാക്ക് ഉപയോഗിക്കും, അല്ലേ കുറച്ച് ഒരു പഞ്ചിനിടുന്നു, അത്രേ ഉള്ളൂ. അതൊരു സിമ്പിൾ അടിക്കുന്ന പോലെ കൂട്ടിയാൽ മതി. ചിൽ. സമൂഹത്തിൽ ഈ പറഞ്ഞ അജുവിനെ അറിയുന്ന ആളുകൾ അജുവിനെ ഏത് രീതിയിലാണ് കാണുന്നത്? എന്നെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇത് അറിയാത്തവരെ പോലെ തടിക്കുന്നവരും, അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു വിട്ടിട്ട് ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരുടെ എന്താ പറയുക, ഇപ്പോൾ മോഹൻലാൽ തന്നെ എടുക്കാം. മോഹൻലാലിൻ്റെ ഫാൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരോ ഒക്കെയാണ് ഈ എതിർക്കുന്നത്. അവർക്ക് അവരുടെ ഒരു കണ്ട സാധനത്തിന് ഇത്രയും എന്താ പറയുക, അങ്ങനെ വേറെ രീതിയിൽ ഒരു പിക്ചറൈസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ആളെപ്പറ്റി പറയുന്നത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവർ പറയുമ്പോൾ തെറി വിളിക്കുക എന്നാണ് പറയുന്നത്. അല്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പല കാര്യത്തിനും ഒരിടത്തും എനിക്ക് ആൻസർ ഇട്ടിട്ടില്ല. ഈ തെറി മാത്രം പറയുന്നുണ്ട്. ഞാൻ ഇത്രക്കാരനല്ലാതെ എതിരെ ഒരു വീഡിയോ വരത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം തെറ്റാന്ന് പ്രൂവ് ചെയ്യാനൊരുത്തും വരുന്നില്ല. വന്നാൽ അതിനനുസരിച്ച് മറുപടി പറയാം, അത്രേ ഉള്ളൂ. ഈ ചെകുത്താൻ എന്ന് പറയുന്ന പേര് സ്വന്തമായിട്ട് സ്വീകരിച്ചാണോ അതോ ആരെങ്കിലും ഇട്ടതാണോ? അങ്ങനെ ഇല്ല, ഞാൻ തന്നെ ഇട്ടതാണ്. എനിക്കൊരു ദിവസം എനിക്ക് പെട്ടെന്ന് പേരിടാനുള്ള പരിപാടിയുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റൊക്കെ പേരിട്ട് കളയും. അപ്പോൾ ചെകുത്താന്ന് പറഞ്ഞൊരു പേരിട്ടൊരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും അങ്ങ് തുടങ്ങി. പിന്നെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി, അതൊരു ദിവസം വൈകിട്ട് കിടന്നപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് വന്നൊരു പേജ് അങ്ങ് തുടങ്ങുക, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി. അങ്ങനെയൊക്കെയാണ് പേരിടുന്നത്. പിന്നെ #CRO എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. #ഹാഷ്ടാഗ് കാക്ക ഇരുന്ന് തൂറും. അപ്പോൾ #ഹാഷ്ടാഗ് ഇല്ലേ നമ്മൾ, അതാണ് #CRO. പിന്നെ പിക്കാഡോ എന്ന് പറഞ്ഞ് പണ്ടൊരു ചാനൽ ഉണ്ടാക്കാൻ നോക്കി, അത് പൊട്ടിപ്പോയി. അതൊരു ന്യൂസ് ചാനലാണ്. ന്യൂസ് എല്ലാവരും റിപ്പോർട്ടേഴ്സാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഒരു പോർട്ടൽ പോലെയോ അല്ലെങ്കിൽ ഒരു ചാനലിൽ കൊണ്ടുവന്ന് ന്യൂസ് ഇടാൻ പറ്റുമോ? അതാരും ചെയ്തില്ല. അതൊരു ഐഡിയ മാത്രമാണ്. അത് നടക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് കൊള്ളാം. ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇത് സിസ്റ്റമല്ലേ.
നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റും. മറ്റേത് അങ്ങനെ പറ്റത്തില്ല. മനുഷ്യർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് അധികം ആൾക്കാരുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ആരെയും കാണത്തില്ല, നിങ്ങൾ പ്രചരണത്തിന് കാണത്തില്ല, അല്ലെങ്കിൽ ആൾക്കൂട്ടം വരത്തില്ല. നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇന്നെന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? ഒരു കമ്പനി പക്ഷെ ഏൽപ്പിക്കും. അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് ഇപ്പോൾ ഈ വോട്ടർമാർ മാറണ്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? അജ് വിചാരിക്കുന്ന പോലെ വോട്ടർമാർ മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം 10 വർഷം എടുക്കും അവർ വരാൻ. ഇപ്പോൾ 8 വയസ്സുള്ള പിള്ളേരൊക്കെ 18 ആകുമ്പോഴത്തേക്കിന് അവർക്ക് ഈ ധാരണയുണ്ട്. കൂടുതലും അന്നൊരു 50 വയസ്സുള്ളവരും ടെക്കിയായിരിക്കും. ഞാനെനിക്ക് അത് 50 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. അപ്പോൾ എൻ്റെ പ്രായത്തിൽപ്പെട്ടവർ തൊട്ട് താഴോട്ടെടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഈ ടെക്നോളജി യൂസ് ചെയ്ത് നല്ല ഇതുള്ളവരാ. അവരതേ ആവശ്യപ്പെടുത്തുള്ളൂ. ഇതിപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ തൊട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങും. അല്ലേ നിങ്ങൾ നോക്കൂ. ഇച്ചിരി പണിയുണ്ട്. ഇനി ഇപ്രാവശ്യം ഇപ്പോൾ തോറ്റു കഴിഞ്ഞാൽ നിരന്തരം ഇലക്ഷനിൽ നിൽക്കാൻ തന്നെയാണോ പ്ലാന്? ഇനി ആ 2031, 36 ഞാൻ 31 ഒരു 5-10 പേര് കൂടെ കാണും. കൂടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവർ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അവരെല്ലാം അവരുടെ പോളിസിയോ അല്ലെ പ്രൊഫൈലോ എന്താ പറയുന്നത്, ഈ പോർട്ട്ഫോളിയോ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇടുന്നതിനകത്തെല്ലാം ഈ സാധനം കാണും. ഏത് ട്രാൻസ്പെറൻസി. അവർ ചിലപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റിനകത്ത് വർക്ക് ചെയ്യുന്നവരുമായിരിക്കും. ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ഇപ്രാവശ്യം എത്ര വോട്ട് വരെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ? എനിക്ക് അങ്ങനെ ആരെയും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല, ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഓക്കെ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞു കേട്ട് ചെയ്താൽ അവർക്ക് ചെയ്യാം. ഒരു പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ആവശ്യമുണ്ടെന്നോ അറിയിക്കാൻ വേണ്ടിയിട്ട് വല്ലവർക്കും ചെയ്താൽ അത് ചിലപ്പോൾ എത്ര വോട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള സാധനമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒപ്പണൻ്റ് ഇല്ല ഇവിടെ, ഇപ്പം ഈ നാട്ടിലില്ല. പക്ഷേ ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ആളുകൾക്ക് എത്തിച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയുന്ന പോലെ ഇപ്പൊ BJP ഒക്കെ കണ്ടിട്ടില്ലേ, കുറെ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ നിർത്തി, കുറെ താരങ്ങളൊക്കെ നിർത്തി. അങ്ങനെ ഒരാളില്ലെന്ന് നമ്മുടെ കൺസെപ്റ്റില്. എനിക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, സെലിബ്രിറ്റി ഇല്ല, ലീഡർ ഇല്ല, ഞാൻ ലീഡർ അല്ല, ഇൻഫ്ലുവൻസർ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇതൊരു ഒരു പർട്ടിക്കുലർ സിസ്റ്റം അല്ലേ റൺ ചെയ്യുന്നത്. ആ സിസ്റ്റം മനസ്സിലായാൽ മതി. അതായത് ഞാനിപ്പോൾ തനിക്കൊരു ഐഫോൺ മേടിച്ച് തരുമ്പോൾ ഈ പറയുന്ന എൻ്റെ കൂടെ 10 പേര് വേണ്ട, എനിക്ക് പ്രത്യേക ഡ്രസ്സ് ഇടണ്ട, എൻ്റെ കയ്യിൽ ചെളിയുണ്ടോ എന്ന് നോക്കണ്ട, താനാ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ തനിക്ക് ഇപ്പം തന്നെ ഇപ്പോൾ ഒരു ഫോൺ എടുത്ത് തരുന്ന പോലെ കൺസെപ്റ്റ് ചിന്തിക്കുക. ആ സാധനത്തിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ ഈ എത്ര പേരെയും കൊണ്ട് വന്നു, ഏത് കടയിൽ നിന്ന് മേടിച്ചെന്ന് പോലും അറിയണ്ട. ആ സാധനം പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ അത് ഒറിജിനലാണോ, ഇനി ഡ്യൂപ്പാണെങ്കിലും കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യാം. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഇത് വന്നപ്പോൾ എനിക്ക് ചാരിറ്റി വിത്ത് ലാരിറ്റിയിൽ ഒരു സൊല്യൂഷൻ കിട്ടി. ആ ചാരിറ്റിയിൽ തട്ടിപ്പ് നിർത്താൻ പറ്റുന്ന ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. അത് ഒരിക്കലും ഒരു ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചോട്ട് പോക്കില്ല. അതേപോലെ തന്നെ ഒറ്റ ബ്രേക്കേ ഉള്ളൂ ഈ ഗവൺമെൻറ്റിനും. ഒരിക്കൽ ട്രാൻസ്പെറൻ്റ് ആയ പിന്നെ അവർക്ക് ഒരിക്കലും വന്ന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ആർക്കും. അതിന് അതല്ല ഞാൻ പറഞ്ഞത്, അവിടെ ആരും മറയുന്നില്ല, പിന്നെ വേറൊരാളുടെ വരവില്ല, എലക്ഷൻ ഇല്ല, എലക്ഷൻ്റെ ആവശ്യമില്ല. കാരണം ആരെ എലക്ട് ചെയ്യുന്നത്? നമ്മളെല്ലാവരും കൂടെ തന്നെയല്ലേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ മോണിറ്റർ ചെയ്യാനും ഡേറ്റ എൻട്രിക്കും കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ KSRTCയിൽ എത്ര ബസ് ഉണ്ടെന്നറിയോ? എത്ര സ്റ്റാൻഡ് ഉണ്ടെന്നറിയോ? നമുക്ക് കേരളത്തിൽ ആർക്കെങ്കിലും അറിയോ? എത്ര ബസ് സ്റ്റാൻഡുണ്ട്, എത്ര ബസ്സുണ്ട്, അതിനകത്ത് ഏതൊക്കെ AC, അതൊന്നും അറിയണ്ട. മൊത്തത്തിൽ എത്ര ബസ്സുണ്ട് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പക്ഷേ KSRTC നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചു. എന്തൊരു കണക്ക് പറഞ്ഞു? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് എനിക്കങ്ങനെ എങ്ങനെ നഷ്ടമാണെന്ന് പറയാൻ പറ്റുന്നത്? ഒരു കൂട്ടർ വന്നിട്ട് പറയുകയാണ് അത് അവൻ മുക്കിയതാണോ, ആരുടെയും അനാസ്ഥയാണോ, എന്ത് ഇവിടെ നടന്നത്? നമുക്കാണ് ടൈം ടു ടൈം അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കാണണം. മനസ്സിലായോ? അല്ലാതെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലൊന്നും. ഞാൻ അങ്ങനെ വിശ്വസിക്കത്തില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ, വ്യക്തികളെ വിശ്വസിക്കുന്നില്ല. എന്നെ വിശ്വസിക്കേണ്ട. നമ്മൾ കണക്കും തെളിവും ഈ 2 സാധനങ്ങളിലേ വിശ്വസിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു സ്ഥലത്തും വിശ്വാസമില്ല. ഒരു മനുഷ്യനെയും വിശ്വസിക്കത്തില്ല, ഒന്നിനെയും വിശ്വസിക്കത്തില്ല. ഇവിടെ വേണ്ടത്, നമുക്ക് വേണ്ടത് നമ്മൾ മുടക്കുന്ന പൈസ എത്ര, അതിൻ്റെ ലാഭം എത്ര, നഷ്ടം എത്ര. നഷ്ടമാണെങ്കിലും അറിയാമെന്നേ, നമുക്ക് ലാഭം ആക്കാമല്ലോ. എല്ലാവരും കൂടെ ഒത്തിരി പരിശ്രമിക്കുകയാണല്ലോ. ഒരു നാടൊന്നിച്ചല്ലേ പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത് ചുമ്മാ കുറേ പേര് ഏൽപ്പിച്ചിട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ല. ഇന്ന് എല്ലാവർക്കും ഇതൊക്കെ പറ്റും. പഴയ കാലമൊന്നുമല്ല. പിന്നെ അതുമല്ല, ഓട്ടോമേറ്റഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അതിനിടയിൽ എന്തിനാ ഇത്രയും ആൾക്കാർ ഇന്ന് എന്ത് ഈ പണിയെടുക്കുന്നത്? വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ആരോടെ ഈ വാഗ്ദാനം കൊടുക്കുന്നത്? നമ്മളൊരു പൈസ എടുത്ത് നമ്മൾ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുന്ന സാധനം ഇത്. അതിന് അവനെന്തിനാ ഇങ്ങോട്ടൊരു വാഗ്ദാനം, നമ്മൾ അങ്ങോട്ടൊരു വാഗ്ദാനം കൊടുക്കാമെന്ന് വേണമെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഇതിനകത്ത് ആരും വലിയ വ്യത്യസ്തരൊന്നുമില്ല. ആ ഇക്വാളിറ്റി ഇതൊക്കെ ചെയ്താലേ വോട്ട് കിട്ടുള്ളൂ. അല്ല സിസ്റ്റം നിലനിൽച്ചു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് കൂടുതൽ പേര് പറയാൻ തുടങ്ങി ഈ സിസ്റ്റത്തിൽ നിന്ന് ഔട്ടായേ അവർ. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇതിപ്പോ 3.5 കോടി ജനത്തിൽ ഏകദേശം 3.5 കോടി ജനത്തിൽ അജു മാത്രമാണ് ഇത് പറയുന്നുള്ളൂ. അല്ല, വേറെ ഒത്തിരി പേര് പറയുന്നുണ്ട്, ഇത് അറിയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-25,000 പേര് കേരളത്തിൽ പറഞ്ഞെന്ന് കൂട്ടിക്കോ. ചിലപ്പോൾ 1,00,000 പേര് അറിഞ്ഞിട്ടുണ്ടാവും, അവർ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കണ്ടിട്ട് അവർ ആലോചിക്കട്ടെ. അവർക്ക് എന്നെ തെറി വിളിക്കാനൊക്കെ കാണും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ട്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇനി റെസ്പോൺസ് അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാനിത് ഈ രാജ്യത്ത് മാത്രമല്ല പറയുന്നത്, പല നാട്ടിലുള്ള ഫ്രണ്ട്സിനോടും അവരുടെ കൂടെ ഇരിക്കുന്ന വിദേശീയരോടൊക്കെ ഞാൻ സംസാരിക്കുന്നത്. ഞാനിവിടെ വന്ന ടൂറിസ്റ്റിനോടൊക്കെ വെറുതെ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അവർ പറയുന്നത് നല്ലതാണ്.
ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ലുലു വെച്ചിട്ട് ഒരു അമേരിക്കൻ, അവൻ പാകിസ്ഥാൻ വംശജനാണ്, അയാൾ ബോൺ ആൻഡ് ബോട്ടപ്പ്, അയാളുടെ പാസ്പോർട്ട് അമേരിക്കൻ പാസ്പോർട്ടാണ്, അയാൾ ഇന്ത്യ വന്നു ലുലു കൂടെ കറങ്ങും. കേരളത്തിലാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലുലു കറങ്ങിയപ്പോൾ ഇട്ടേക്കുന്ന ഒരു പാകിസ്ഥാനി ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇട്ടുകൊണ്ട് നടന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ അയാളുടെ കണ്ടൻറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. അപ്പോൾ അതിനകത്ത് ആ വീഡിയോ ഇട്ട ആളെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ചാറ്റ് ചെയ്തു, അവനെനിക്ക് അയച്ചു തന്നെ വാട്സപ്പ് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നു അയ്യോ ഇത് നല്ല ഐഡിയ ആണല്ലോ എന്നിട്ട് അവൻ തന്നെ എൻ്റെ ഒരു പോസ്റ്ററൊക്കെ എടുത്തങ്ങ് ഷെയർ ചെയ്തു. മനസ്സിലായോ? അതുപോലെ എനിക്ക് വേണേൽ ഒരു വൈറലൊന്നും പോസ്റ്റർ ആയില്ല, പക്ഷെ ഞങ്ങളുടെ മറ്റേ വീഡിയോ അവർ ഒരു 1 മില്യൺ പോകുന്ന പോക്കാണ് കാണുന്നത്. അങ്ങനെ നിൽക്കത്തില്ല അത്, കാരണം ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്കയാണ്. അത് വലിയ വിഷയമാണ്. മനസ്സിലായില്ലേ? 3 രാജ്യക്കാരുടെ അവിടെ ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ സാധനം. അതുകൂടാതെ ഞാൻ പുറത്തുള്ള പലരോടും പറയുന്നുണ്ട്, ഇവിടെ തന്നെ അത്യാവശ്യം ഏത് മനുഷ്യനെ കേട്ടാലും ഇതിനോട് ഒരു വിരോധമില്ല. എല്ലാവരും പറയുന്നത് ഇത് നല്ലതാണ്, ശരിയാണ്, സൂപ്പറാണ്, പക്ഷേ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ചുമ്മാ ആലോചിക്കാതിരിക്കണ്ട, ചെയ്യാൻ പറ്റുന്നത് സിമ്പിളാണ് ഈ ചെയ്ത്. ഞാൻ പറഞ്ഞില്ല, ചാരിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് ആരും ചിന്തിച്ചില്ല. വെറും നിസ്സാര സംഭവമാണ്. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കാണണം, ബില്ല് കാണണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചില സ്ഥലത്തൊക്കെ ലോക്കുകൾ നമ്മൾ കൊടുക്കും, പലതും ലൂപ്പ് ഹോൾസ് അടയ്ക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ത്രെട്ട് വരുന്ന ഭാഗം മൊത്തം ഈ ഹാക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉള്ളൂ. അതിനും ബാക്കപ്പ് വേണം. ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ കാണാറുണ്ടോ? ഇപ്പോൾ പിഷാരടി തടഞ്ഞത്, BJP തടഞ്ഞത് കാണാറുണ്ടോ? അതൊക്കെ ഞാൻ ഇതൊന്നും ഇനി നടക്കുന്നില്ല. നമ്മുടെ പരിപാടിക്കകത്ത് എന്തിനാണ് പുറത്തിറങ്ങി ഇവർ പോകണ്ടല്ലോ, അപ്പോൾ ആര് തടയാൻ? ഇലക്ഷനേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇലക്ഷൻ്റെ ആവശ്യമില്ല, ആരെ എലക്ട് ചെയ്യുന്നേ? നമ്മളെല്ലാം കൂടെ നടത്താലോ. എന്തിനാ ഇവന് ഒരുത്തനെ എന്ത് ഈ പ്രതിനിധിയുടെ ആവശ്യമില്ല. അവിടെ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്ററേ ഉള്ളൂ, ഒരു ജോലിക്കാരനുണ്ടാവും, അയാൾക്ക് ശമ്പളവും കാണും, എല്ലാം ജോലിക്കാരാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ഈ പർട്ടിക്കുലർ ജോബിന് കുറച്ച് പേര് നമ്മൾ നിയമം ഭരണവ്യവസ്ഥ എന്തായാലും വേണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, വേണ്ട, ഭരണമല്ല നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിയമം പാലിക്കാൻ ഇപ്പോൾ നിയമപാലകർ പോലീസിന് സിസ്റ്റമൊക്കെ ഉണ്ടാവും, അതും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അവിടെയും കള്ളക്കേസൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കോടതി വരെ ട്രാൻസ്പെറൻ്റ് ആയ സീനൊന്നും ആലോചിച്ച് എല്ലാം പെട്ടെന്ന് നടക്കും. ഇതുപോലെ നിരങ്ങാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ജോണി ഡെപ്പിൻ്റെ കേസ്, ഇവിടെയും കേസുകൾ ചിലതൊക്കെ നമുക്ക് കാണാൻ പറ്റും, ടി വിയിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് മൊത്തത്തിൽ ഈ സിസ്റ്റം മാറുക. മനസ്സിലായോ? നമ്മൾ ഈ കള്ളൻ തന്നെ ഉണ്ടാവണ്ട. എന്തിനീ കള്ളൻ? ചില മാനസിക രോഗികൾ കാണും, അവരെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കത്തുള്ളൂ, അല്ലാതെ ജയിലിൽ കൊണ്ടിട്ട് കാര്യമില്ല അവരെ. മനസ്സിലായോ? ഇപ്പം ഞാൻ വേറൊരു ഐഡിയ പറയാമേ, എങ്ങനെയാണെന്ന് പറയാം, താനെ റെക്കോർഡ് ചെയ്തു. അതായത് ഇതെങ്ങനെ വർക്കാവുന്നതെന്ന് പറയട്ടെ. ഇപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു അവസ്ഥ, ഇത് കഴിഞ്ഞിട്ടൊരു അവസ്ഥ. അതിന് സൂപ്പർ മാർക്കറ്റില്ലേ, നമ്മുടെ ഇപ്പോൾ മറ്റേ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സാധനം. അതിന് മുമ്പ് ഇവിടെ കൊച്ചു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. CCTV വരുന്നതിന് മുമ്പും ഈ സെൻസർ വരുന്നതിന് മുമ്പും കുറേ പേര് കട്ടെടുക്കുകയൊക്കെ ചെയ്യും. അവരെ പിടിക്കാൻ പറ്റത്തില്ല. കട്ടെടുത്ത് ഈ കടക്കാരൻ്റെ കണ്ണിൽ നിന്ന് വെട്ടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസ് തപ്പി നടക്കുക, കളരും പോലീസുകാർ പിന്നെ. മനസ്സിലായോ? അത് കഴിഞ്ഞ് CCTV വന്നു, സെൻസറും വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ വെച്ച് തന്നെ പ്രശ്നം തീർന്നു. ഇവനെ അവിടെ വെച്ച് തന്നെ പിടിച്ചു, സാധനം കടയിൽ തന്നെ ഇരുന്നു. പോലീസ് അന്വേഷിക്കുന്നില്ലല്ലോ. പോലീസിനെ വേണം ഈ കടക്കാരനെ ഏൽപ്പിക്കാം, ഇല്ലേ വേണം വിടാം, പക്ഷേ പോലീസിനെ ഏൽപ്പിക്കണം. കാരണം ഇങ്ങനെ ടെൻഡൻസി ഉള്ള ഒരാളാണ് അയാൾ. ആ സിസ്റ്റം ഇത്രയും സെക്യൂർഡ് ആണല്ലേ, ഇത്രയും മോണിറ്റർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനൊരു പണി അയാൾ ചെയ്യുന്നുണ്ട്, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. മനസ്സിലായി? നമ്മളങ്ങനെ വെറും ഫ്രീക്കി മോഷണം അല്ലത്. അയാൾ സ്ഥിരം അങ്ങനെ എന്തോ ചെയ്യുന്നൊരു മാനസിക രോഗിയായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലെ ഇത്രയും അതിൻ്റെ അത് മുന്നിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകാൻ നോക്കുക, അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നീ ആലോചിച്ച് നോക്ക്, ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്തിരുന്ന് ഇങ്ങനത്തെ ഉടായ്പും തരികയും ഒന്നും ആരും ചെയ്യത്തില്ല. ഒരു പോലീസോ പട്ടാളം പോലും ഒന്നും ആവശ്യമില്ല. പട്ടാളം ചെയ്യത്തില്ലായിരിക്കും, പോലീസുകാർ ചെയ്യത്തില്ല, ഗവൺമെൻറ് ജോലിക്കാർ ചെയ്യത്തില്ല, സാധാരണക്കാർ പോലും ചെയ്യത്തില്ല. ഈ ഗൾഫിൽ പോയി കഴിയുമ്പോൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുമല്ലോ എല്ലാവരും. അതെന്താ? നിയമത്തെ പേടിച്ചിട്ടല്ല. നിയമത്തെ പേടിക്കണമെന്നുണ്ടെങ്കിൽ ആ നിയമം ഇവർ കള്ളത്തരം കാണിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലെ അത് അറിയും, പിടിക്കും എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ എന്തും കാണിക്കും. ഇരുട്ടിൻ്റെ മറയും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം നമുക്ക്. മനസ്സിലായോ? ഇപ്പോൾ ഒരു നവോത്ഥാനം കൂടി ആവശ്യമുണ്ട് തോന്നുന്നുണ്ട് കേരളത്തിൽ. അതൊരു നവോത്ഥാന നായകനാവാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ നായകനില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. അപ്പോഴും ഞാൻ അങ്ങനെ കുറേ ആൾക്കാർ ചെയ്തുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നത് പോലും അങ്ങനെ ഒരു നവോത്ഥാനം വന്നുകൊണ്ടും നവോത്ഥാന നായകന്മാർ വന്നതുകൊണ്ടാണല്ലോ. ഇതേവരെയുള്ള സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്ന് അങ്ങനെയുള്ള ആളുകളെ ആവശ്യമുണ്ട്. ഇപ്പോൾ പഠിക്കാൻ കഴിവുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് മെമ്മറി എന്ന് പറയുന്ന പോലും ഡിവൈസിലായി. അല്ല ഈ പറഞ്ഞ പോലെ ആരും കണക്ക് കൂട്ടുന്നൊന്നുമില്ല. ഇപ്പോൾ ആരായി കണക്ക് കൂട്ടി ഇതെല്ലാം പഠിച്ച് വെച്ചേക്കുന്നത്? എല്ലാവരും ഒരു ആപ്പിനകത്തോട്ട് ഇട്ടിട്ട് ഇത് ചെയ്യുന്നല്ലേ ഉള്ളൂ. അത്ര സിമ്പിളായില്ല. അപ്പോൾ പിന്നെ നായകനും ഇല്ല, അങ്ങനെ ഹെഡൊന്നുമില്ല, തലയും വാലും ഒന്നുമില്ല. അതിനകത്ത് ആ ഒരു ആപ്പ് എന്താണോ, അതിൻ്റെ ഫെസിലിറ്റീസ് എന്താണോ, അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രം പഠിച്ചാൽ
അല്ല പലതും നമ്മളെ പക്ഷെ ബാധിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ട്രാൻസ്പെറൻസി വെക്കുമ്പോൾ ഇവിടെ തലയില്ല. മനസ്സിലായി, എനിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരും ഇവർ എന്നൊക്കെ എടുക്കാൻ ഇവിടെ ഉള്ളൊരു കൂടുതലും. ഞാൻ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. തൽക്കാലത്തേക്ക് എനിക്ക് കുറച്ച് ഡിമാൻഡ് കിട്ടും, അത്രേ ഉള്ളൂ. കുറച്ച് നാൾ പറയുന്നുണ്ട് അവൻ അത് ചെയ്യാൻ പോയി, അവൻ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് എൻ്റെ പണിയും കഴിഞ്ഞ് ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേന് നമ്മളെ ഒന്നും ആരും അറിയത്തോലും ഇല്ല. ശരി, സിമ്പിളായിട്ടൊരു കാര്യം. ഇത് 2026 നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയോ ഈ പ്രാവശ്യം നവോത്ഥാനം കഴിഞ്ഞിട്ട് കേരളം ഇവിടെ നിൽക്കുന്നെങ്കിൽ പോലും ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളല്ലാത്ത ആളുകൾക്ക് കയറാൻ പറ്റുന്നില്ല. ഇവിടെ ജാതി മതം അങ്ങനെ. അപ്പൊ എന്തുകൊണ്ട് ഇപ്പോഴും അങ്ങനെ സിസ്റ്റം നിൽക്കുന്നു? അത് സിസ്റ്റത്തിൽപ്പെടുന്ന കാര്യമല്ല, അത് ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു വിഷയമാകേണ്ട കാര്യമല്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ അവിടെ നടന്നാൽ അതുവഴി പോകുന്നവരെ പറയത്തുള്ളൂ. എന്തിനാ അങ്ങനെ എഴുതി വെച്ചേക്കുന്നിടത്തോട്ട് കയറുന്നത്? കയറണ്ട. ആർക്ക് കയറണമെന്നാണ് ചോദിക്കുന്നത് ഇനി. മനസ്സിലായില്ലേ? ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റേതാന്നയാതി വേണയാതി ഒന്നും ഇല്ല. പിന്നെ അവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അല്ല, അതാണ് സംഭവം. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല വിചാരിക്കുന്നുണ്ട്. നമ്മളെ കാര്യം വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ അറിയാം. എനിക്കറിയത്തില്ല ഇവിടെ ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റാത്ത അമ്പലത്തിലുണ്ടെന്ന്. എനിക്ക് ഇതിനെയൊക്കെ പട്ടി വില പോലും ഞാൻ കൊടുത്തിട്ടില്ല. ഈ അമ്പലം പള്ളിയൊക്കെ ഞാൻ കാണാറ് പോലും ഇല്ല. ഈ ബിൽഡിംഗ് പണിത് വെച്ചേക്കുന്നത് എവിടെയാണ്? എടപ്പള്ളിയിലൊക്കെ ബ്ലോക്ക് ആകുമ്പോഴാണ് പള്ളി കാണുന്നത്. അല്ലാതെ എൻ്റെ പട്ടിയെ പോലും ഞാൻ അതിനകത്ത് കയറ്റി വിടത്തില്ല. തീർന്നില്ലേ പ്രശ്നം? ഇതെന്തിനു കയറുന്നത് അങ്ങോട്ട്? ഇപ്പോൾ ശബരിമലയായിട്ട് സ്ത്രീകൾക്ക് കയറണമെന്ന് എന്തിന്? അവിടെ എന്തോ പുഴുങ്ങി വെച്ചേക്കുന്നത്? കയറരുത്, ഒരു കാരണവശാലും കയറരുത് ഒരു സ്ത്രീയും. അത്രേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നം എല്ലാം പോകുന്നവർ പോട്ടെന്നേ. അവരെന്തിനും കാണിക്കട്ടെ അവിടെ കിടന്ന്. അക്രമം ഇതൊന്നും കാണിക്കരുതെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ ഹിന്ദുക്കൾ കയറണ്ട. ആർക്ക് വേണം? അവിടേക്ക് ആരാ പോകുന്നത്? അതിലും കിടിലൻ സാധനങ്ങൾ ഇപ്പുറത്ത് കാണിക്കാം നമുക്ക്. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് സാധനങ്ങൾ. അവിടെ പോയി കുറേ എണ്ണം മുരടിച്ച് അവിടെ ഇരിക്കട്ടെ, അത് അവർ തന്നെ അങ്ങ് നടത്തിക്കോട്ടെ. അതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ. നമ്മുടെ പ്രശ്നം അതല്ല. അവിടെയും പ്രശ്നം ഞാൻ പറയാം. എങ്ങനെ ഇത് മാറുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതിനകത്ത് ജാതി വ്യവസ്ഥ മറ്റു വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറ്റിക്കുന്നൊരു സാധനമുണ്ട്. ഇത് ഇങ്ങനെയല്ല ഈ തട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ തട്ട് ഉണ്ടായിരിക്കുന്നത് ഹൈ ക്ലാസ്, ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ ഓരോരുത്തരുടെ കാശുള്ള പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇവിടുത്തെ വേർതിരിവ് സംഭവിച്ചേക്കുന്ന 3 സിലബസിലാണ്. ICSE, CBSE, കേരള സിലബസ്. ഇതാണ് ബേസ്. ഒരു കുട്ടി ആദ്യം എത്രയും ഫ്രഷ് ബ്രെയിനകത്തോട്ട് ഇവരാരാ തീരുമാനിക്കാൻ? ഈ വീട്ടിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നതോ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചുകൊണ്ട് ആ കൊച്ചിന് ബുദ്ധിയില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ 3 സിലബസിൻ്റെ വ്യത്യാസം എന്തോരമുണ്ടെന്നറിയോ? ഞാൻ ICSE സിലബസ് 9ാം ക്ലാസ് വരെ പഠിച്ചു. 10ൽ ഞാൻ പാസ്സാകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറ്റുക. അവിടെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ ഞാൻ 6ലും 7ലും ICSE സിലബസ് പഠിച്ച സാധനങ്ങളെ എനിക്കുള്ളൂ. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് 72% മാർക്ക് ഈസിയായിട്ട് പാസ്സായി. അതെന്തൊരു വേർതിരിവാ? ഫെസിലിറ്റി ഓക്കെ, AC വേണമെന്ന് പറഞ്ഞാൽ AC കൊടുക്കുക, അതിനുള്ള ഫീസ് മേടിച്ചു. പക്ഷേ പുസ്തകം മാറ്റി കൊടുക്കരുത്. ഏത് പിള്ളേർ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ നിശ്ചയിച്ച്? അതാ ഇവിടുത്തെ വേർതിരിവ്. അല്ലാതെ ഇവിടെ ജാതിയും മതവും അല്ല. ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഇതുണ്ട്. അന്ന് എന്താ നടന്നുകൊണ്ടിരുന്നത്? അന്ന് എന്തോ ചെയ്തുകൊണ്ടിരുന്നത്? അതും പൈസ ഇല്ലാത്ത പ്രശ്നം. എന്ത് ചിലവാകുന്നെന്നാ പറയുന്നേ? പൈസ ഇല്ലാത്തവർ ശരിയാണോ? വേണേൽ പറമ്പിലിരുന്ന് പഠിച്ചോട്ടെ, പക്ഷേ പുസ്തകം മാറ്റി കൊടുക്കരുത്. മനസ്സിലായോ? നമ്മൾ പറയുന്നത് ഈ ഇതിനകത്ത് വ്യത്യാസമൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? എല്ലാവർക്കും അങ്ങ് കാശ് ഒരുപോലെ. രണ്ട് സർവീസും വേറെ വേറെ ആണല്ലോ. 2 സർവീസ് ഇടും. അതാ ഞാൻ പറഞ്ഞത്. റിക്ലൈനർ ചെയർ ഇരുന്ന് പഠിക്കേണ്ടവർക്ക് അത് കൊടുക്കാം. പക്ഷേ ആ ചെയർ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയുടെ ഇരിക്കുന്ന പുസ്തകവും ഇപ്പോൾ കസേര ഇല്ലാതെ മണ്ണിലിരുന്ന് പഠിക്കുന്ന കൊച്ചിൻ്റെ ഇരിക്കുന്ന പുസ്തകം ഒന്നായിരിക്കുമെന്ന്. ഇതെല്ലാം പഠിക്കുക ചെയ്യുന്നത്. അല്ലാതെ അവിടെ വേറെ അഭ്യാസമൊന്നുമില്ല. കംഫർട്ട് വേറെ, കേസ് വേറെ, ഇത് വേറെ. മനസ്സിലായോ? നമ്മളെന്തിനാ പുസ്തകം മാറ്റി കൊടുത്തെന്തിനാ? ഓക്കെ, അയാൾ പറമ്പിലിരുന്ന അയാൾക്ക് ഇത് വായിക്കാൻ പറ്റത്തില്ലേ? എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ ചിന്തിക്കുന്നൊരു തെറ്റുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യവസ്ഥയെക്കാളും ഒരു ഭയങ്കര മോശപ്പെട്ട സാധനം നടക്കുന്നുണ്ട്. 140 കോടി മനുഷ്യരുള്ള ഇന്ത്യയിലാണ് 49ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കിടക്കുന്നത് ലോകത്തിന് മുന്നിൽ. ഈ 140 കോടി ഇരിക്കുന്നവർ ഇത്രയും മോശപ്പെട്ട എഡ്യൂക്കേഷൻ ഉണ്ടാക്കി ഈ ലോകം നശിപ്പിക്കും നിന്മാർ. നമ്മളടക്കമുള്ളവർക്കെല്ലാം ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് ഇതിനകത്തൊക്കെ. എഡ്യൂക്കേഷൻ ശരിയായിട്ടില്ല. നമ്മൾ ഇപ്പോൾ കൊള്ളാവുന്ന ഇപ്പോൾ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക, കാനഡ, കൊറിയ, ജപ്പാൻ ഇങ്ങനെ കിടക്കുക. സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ്, നല്ല സ്റ്റാൻഡേർഡായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ മുന്നിൽ നമ്മൾ എന്നാൽ പെടും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സ്റ്റാൻഡേർഡ് അല്ലത്. മനസ്സിലായോ? ഇവിടെ തന്നെ ഈ ICSE സിലബസ് പഠിക്കുന്ന പിള്ളേർ പഠിക്കുന്ന പോലെ അല്ല കേരള സിലബസ് വരുന്നത്. പിന്നെ എന്നാലും അതിനകത്തൊന്നും ആരും ഒന്നും ആയില്ലേ? എന്തോരം നല്ല ഡോക്ടേഴ്സ് ഉണ്ടായി, IAS ഉണ്ടായി, എല്ലാം ഉണ്ടായി, സയൻറ്റിസ്റ്റ് വരെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ബേസിക് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ പഠിക്കുക. മനസ്സിലായി? ഹയർ എഡ്യൂക്കേഷൻ വരുന്ന സമയത്ത് PG അതിന് മണ്ടക്കോട്ട് പഠിക്കുമ്പോൾ ഇവരുടെ ബ്രെയിൻ എങ്ങനെ പെട്ടെന്ന് വർക്ക് ചെയ്തു? അതൊന്നും അല്ല. അവർ ചെറുപ്പം തൊട്ട് ഇത് കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടുന്നില്ല. പലരും ചിലപ്പോൾ അതിനകത്ത് പുറത്തു പോയെന്നിരിക്കും. മനസ്സിലായില്ലേ? അവിടെ വേർതിരിവുണ്ട്. അത് മാറ്റാൻ പാടില്ല. ഒരിക്കലും പുസ്തകം മാറ്റി കൊടുക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഡേഞ്ചറസ് ഞാൻ കണ്ട സാധനം.
അതെവിടെ വേണേൽ ഇരുന്നോട്ടെ, സൗകര്യങ്ങൾ പലർക്കും പലതായിരിക്കും. ഇപ്പോൾ എ സിയിലിരിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഈ വെയിലത്ത് കൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് വയ്യാണ്ടായി പോകുമായിരിക്കും. അതുപോലെ തന്നെ ഇതുമായിട്ട് എ സി ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചു ഒരു 8 മണിക്കൂർ എ സിയിലിരുന്നാൽ ചിലപ്പോൾ അതിന് പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലായിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ, അതൊക്കെ വേറെ, അതൊരു വിഷയമേ അല്ല.